ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണ് പറയേണ്ടത്? നമ്മൾ ഇന്ന് രാവിലെ ഗ്രൂപ്പിൽ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്നത്തെ ഡിസിഷൻ മേക്കിംഗ് ലൈൻ എന്ന് പറയുന്നത് 25.038 ആയിരിക്കും. ഓക്കെ, അവിടെ മാർക്കറ്റ് വന്നതിന് ശേഷം അവിടുന്ന് എങ്ങോട്ട് പോകുന്നു, മുകളിലോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു, ഇതായിരിക്കും നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ലൈൻ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ എന്ന് ഇങ്ങനെ ഗ്രൂപ്പിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർ കാണുമായിരിക്കും ഒരു പക്ഷെങ്കിൽ. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വാട്സപ്പിൻ്റെ ലിങ്ക്. എങ്കിലും ഞാൻ ജസ്റ്റ് എപ്പോഴും ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ല ജസ്റ്റ് ഇന്ന് ഞാൻ പറഞ്ഞ വോയിസ് ഞാൻ ഒന്ന് കേൾപ്പിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യം അത്യാവശ്യം ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഗുഡ് മോർണിംഗ് ഓൾ. മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ 28 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ലെവൽ 25.038 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 25.038 എന്നുള്ള ലൈൻ വളരെ ക്രൂഷ്യലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതിന് താഴോട്ടോ മുകളോട്ടോ അതായിരിക്കും ഇന്നത്തെ ഡിസിഷൻ മേക്കിംഗ് ലൈൻ എന്ന് പറയുന്നത്. 25.038 ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ നിന്നാൽ മാർക്കറ്റ് മുകളോട്ട്, താഴെ നിന്ന് കഴിഞ്ഞാൽ താഴോട്ട്. ഓക്കെ, ഒരു പക്ഷേ 25 മേലോട്ട് പോയാലും 25.108 നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ തട്ടി തിരിച്ചു വരുമോ, ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോവുമോ എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ ലൈൻ ശ്രദ്ധിക്കുക, 25.030 അതായിരിക്കണം നമ്മുടെ ഇന്നത്തെ വളരെ ക്രൂഷ്യൽ ലൈൻ. ഓക്കെ, അത് ഞാൻ മനസ്സിലായല്ലോ പറഞ്ഞേ. അപ്പം ഞാൻ ഇല്ലാത്ത കാര്യമല്ലല്ലോ പറഞ്ഞത്, ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യം തന്നെയല്ലേ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർ കേൾക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പം ഈ 25.038 മാർക്കറ്റ് അതിനിടയ്ക്ക് 25.074 മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ. അതിനുശേഷം നേരെ കറക്റ്റ് വന്ന് 25.032 സപ്പോർട്ട് എടുത്തു. നമ്മുടെ ലൈനിൽ വന്ന് കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു പോയി അടുത്തൊരു ക്യാൻഡിൽ വീണു, നേരെ ഒരു യമണ്ടൻ ക്യാൻഡിൽ നേരെ പോയി 25.108 തട്ടി ഇല്ലേ. ആ 25.108 തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, അവിടുന്ന് അടുത്തൊരു ക്യാൻഡിൽ വീണപ്പോൾ അവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്, മുകളോട്ട് പോകാനുള്ള ഫോഴ്സ്ഫുള്ളി ഒരു ക്യാൻഡിൽ അവിടെയും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ച് മാർക്കറ്റ് ഇത് കടന്ന് മേലോട്ട് പോകുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ആക്ച്വലി മൂന്നാമത് കാണുന്ന ഈ 1, 2, 3, 4 കാണുന്ന ഈ ക്യാൻഡിൽ ഇച്ചിരി വലുതാക്കി കാണിക്കുക. ഈ 4 കാണുന്ന ക്യാൻഡിൽ ആക്ച്വലി ഇത് ഗ്രീൻ ക്യാൻഡിലായിരുന്നു ഇല്ലേ. ഇത് 108 മുകളിൽ പോയി ഗ്രീൻ ക്യാൻഡിലായിരുന്നു. അതിനുശേഷമാണ് നേരെ റിജക്റ്റ് ചെയ്ത് നേരെ താഴോട്ട് വന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി റിജക്ഷനോട് കൂടെ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ ലെവലിന് താഴെ ക്ലോസിങ് കിട്ടി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ 4 ഇവിടെ കയറാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അടുത്ത ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു താഴേന്ന് റിജക്ഷനോട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായെങ്കിലും മുകളോട്ട് പോയി ക്ലോസ് ചെയ്തില്ല അല്ലേ, മുകളോട്ട് പോയി ക്ലോസ് ചെയ്യില്ല. അപ്പം നമുക്ക് ഈ 1, 2, 3 ക്യാൻഡിൽ കാണുമ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ട്രേഡ് പറ്റത്തില്ല. കാരണം ഒരു പക്ഷേ റിജക്ഷനിലൂടെ മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേങ്കിൽ അതിനേക്കാൾ ഡബിൾ ഇരട്ടി സ്പീഡിൽ മാർക്കറ്റ് തിരിച്ചിറങ്ങി വന്നു അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ചെറിയ SL വെച്ചിട്ട് നമുക്കിവിടെ ഇതിൻ്റെ ഹൈ SL ഇട്ടുകൊണ്ട് നമുക്കൊരു ട്രേഡിലൂടെ പ്ലാൻ ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും എന്നൊന്നും ബിഗിനർ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കണ്ടു പരിചയിക്കുമല്ലേ. അപ്പം ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾ എവിടെയാണ് ട്രേഡ് എടുത്തെന്നുള്ള കാര്യം. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, കൃത്യമായിട്ട് നമ്മുടെ കറക്റ്റ് അവിടുന്ന് 1, 2, 3, 4 ക്യാൻഡിൽ, 5ാമത്തെ ക്യാൻഡിൽ തന്നെ നമ്മൾ ടാർഗറ്റ് അടിച്ചു. 25.038 വീണ്ടും വന്ന് ടച്ച് ചെയ്തു, വീണ്ടും മുകളിലോട്ട് പോയി, വീണ്ടും ടച്ച് ചെയ്തു, വീണ്ടും താഴെ വന്ന് റിജക്റ്റ് ചെയ്തു. അപ്പം ഇവിടുന്ന് ഫസ്റ്റ് റിജക്ഷൻ, ഈ റിജക്ഷൻ തന്നെ മനസ്സിലായി മാർക്കറ്റ് ഇവിടെ താഴോട്ട് പോകത്തില്ല. ഇവിടെ നല്ല നമ്മുടെ പ്രൈസ് ആക്ഷനൊക്കെ പഠിച്ചവർക്ക്, റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്നൊക്കെ പഠിച്ചവർക്കൊക്കെ വളരെ അസന്നിഗ്ധമായിട്ട് മനസ്സിലായി കാണും. ഈ സംഭവം ഈ ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ മനസ്സിലായി കാണും മാർക്കറ്റ് ഇവിടെ തിരിച്ച് റിവേഴ്സ് ചെയ്യും ഇല്ലേ. അതിനുശേഷം വീണ്ടും റെഡ് ക്യാൻഡിൽ വീണു, വീണ്ടും ഗ്രീൻ വന്നു, പക്ഷേ അത് റിജക്ഷനാണ്. അടുത്ത വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ, നല്ല ഫുൾ ബോഡി ഒരു റെഡ് ക്യാൻഡിൽ വീണു ഇല്ലേ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ തന്നെ നമുക്ക് ട്രേഡ് ഉറപ്പിച്ച മേലോട്ടാണ്. അടുത്തൊരു ക്യാൻഡിൽ വീണെങ്കിലും റിജക്ഷനോടുകൂടെ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് നല്ല നമ്മുടെ റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്ന വീഡിയോ കണ്ടുവർക്ക് നല്ല സൂപ്പർ സുഖസുന്ദരമായിട്ട് ഇവിടുന്ന് ഒരു ടാർഗറ്റ് ഇവിടെ നിങ്ങോട്ട് കിട്ടി കാണും. എത്ര പേര് നിങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനായിട്ടൊന്നും പറയുന്നില്ല. അപ്പം അതിനുശേഷം നമ്മൾ ടാർഗറ്റ് അടിച്ചു. എത്രയാണ്? 25.108. അടുത്ത 1, 2, 3, 4, 5ാമത്തെ ക്യാൻഡിൽ 25.108. ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പരിപാടി നിർത്തിക്കോ, വീട്ടിൽ പോകും. മണി 10:30 ആയതേ ഉള്ളൂ, നിങ്ങൾ പരിപാടി നിർത്തി വീട്ടിൽ പൊക്കോളാം. ഞാൻ അസന്നിഗ്ധമായിട്ട് വളരെ കർശനമായിട്ട് നിങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞു, വീട്ടിൽ പൊക്കോ, ഇനി നിങ്ങൾ നിൽക്കരുത് ഞാൻ പറഞ്ഞു.
അത് കേട്ട് പ്രോഫിറ്റ് എടുത്ത് വീട്ടിൽ പോയവർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. രാവിലെ 10:30 ആയതേ ഉള്ളായിരുന്നു, പിന്നെ വൈകുന്നേരം 3:30 വരെ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം വീണ്ടും ട്രേഡ് എടുത്ത ആൾക്കാരുണ്ടല്ലോ, ഹോൾഡ് ചെയ്തവരൊക്കെ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഈ ഓപ്പണിങ്ങിൽ വന്ന് റിജക്റ്റ് ചെയ്തപ്പോൾ ട്രേഡ് എടുത്തവരൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മുടെ വിഷയമുള്ള കാര്യമാണ്. നമുക്ക് 10:30 വരെ ഉള്ളായിരുന്നു നല്ല കൺഫേംഡ് ട്രേഡ്. ആ ട്രേഡ് കിട്ടി എടുത്ത് പോയവർക്ക് ഓക്കെ, മഹാഭാഗ്യം. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് സ്ട്രക്ചറിലൂടെ മാർക്കറ്റ് മുകളിൽ പോയെങ്കിലും നമ്മളുടെ 25,143 കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലേ. അവിടെ വന്ന് ഇങ്ങനെ ആടിക്കളിച്ച് ഇങ്ങനെ കൺസോൾട്ടേഷൻ മൂടുക. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ട്രേഡ് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു സെറ്റപ്പാണ്. അതായത് ബെയറിഷ് എൻഗൾഫിംഗ് ആണ് അല്ലേ. ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു, അത് എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു ബെയറിഷ് ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തു, ഒരു ബെയറിഷ് എൻഗൾഫ്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ നോക്കൂ, സ്റ്റഡി പർപ്പസിന് വേണ്ടി പഠിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. അതിനുശേഷം ന്യായം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവർ കാണുകയാണെങ്കിൽ ഒരു 10 രൂപ പോയിൻ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെ ഈ എൻഗൾഫിങ്ങിൽ ട്രേഡ് എടുത്താലും ഈ 152 മുതൽ 122 വരെ പോയി, 30 പോയിൻറ്റ് പോയി കഴിഞ്ഞാൽ ഒരു 10, 12, 15 പോയിൻറ്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യായം പാലിച്ചവർക്ക് ഓക്കെ, അല്ലാത്തവരുടെ കാര്യം എനിക്കറിയത്തില്ല. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേഷൻ പോടില്ല. അപ്പോഴും ഒക്കെ ഇവിടെയൊക്കെ ഒന്നിവിടെയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഉരുകി തീർന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ വിക്സും കണ്ടമാനം താഴോട്ട് ഇറങ്ങിപ്പോയിരുന്നു. ഓക്കെ, അപ്പം അതും നമ്മുടെ പ്രീമിയത്തിന് അപ്രീസിയേഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കി അതിനുശേഷം അവസാനം മുഴുവൻ, കാരണം ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയതുകൊണ്ട് മൊത്തം മാർക്കറ്റ് കൺസോൾട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് ഒരു 50 പോയിൻറ്റിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് മാർക്കറ്റ് ഇങ്ങനെ കളിച്ചു വന്നു. അതിനുശേഷം വീണ്ടും ഒരു ഡബിൾ ബോട്ടം ഇല്ലേ, അതേ സെയിം പോയിന്റ് വന്ന് മാർക്കറ്റ് വീണ്ടും റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഡബിൾ ബോട്ടം ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ്, സാർ ഇത് ഡബിൾ ബോട്ടം അല്ലെന്നൊക്കെ ചോദിച്ചു. ശരിയാണ്, നിങ്ങൾ കണ്ടുപിടിച്ചത് കറക്റ്റാണ്. പക്ഷേങ്കിൽ അവിടുന്ന് അതുപോലെ തന്നെ വീണ്ടും മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. അങ്ങനെയും ഡബിൾ ബോട്ടം എടുത്തവർക്കും ഇവിടുന്ന് 128 മുതൽ 123 വരെ ഒരു 40, 45, 50 പോയിൻറ്റോളം ഇവിടുന്ന് ഇവിടെ വരെ ക്യാപ്ചർ കിട്ടി. ഒരു 20 പോയിൻറ്റ് സുഖമായിട്ട് കിട്ടുമായിരുന്നു. ഇതൊക്കെ ന്യായം പാലിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. ആക്രാന്ത മനോഭാവം ഉള്ളവർക്ക് 5 നയാ കാശുണ്ടാക്കാൻ പറ്റുകയില്ല. അപ്പം ഇതായിരുന്നു ഈ 2 ഓപ്പർച്യൂണിറ്റി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് നേരെ തിരിച്ച് മേലോട്ട് പോയി. ഇതിനിടെ കുറേ പോസിറ്റീവ് ന്യൂസ്, നെഗറ്റീവ് ന്യൂസൊക്കെ വന്നു. അതാണ് ഈ മാർക്കറ്റിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൺസൾട്ടേഷനുള്ള മോഡ്, പിന്നെ സെൻസെക്സിൻ്റെ എക്സ്പയറി, ഇതെല്ലാം കൂടെ ചേർത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. അപ്പം ഇതാണ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു സമ്മറി. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. പുതിയ ആൾക്കാർക്ക് എവിടെയാണ് എൻട്രി എന്നൊക്കെയുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിക്കണം. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് ഈ മാർക്കറ്റിനെ ഇനിയും മുന്നോട്ട് നയിക്കാൻ പോകുന്ന കുറേ കാരണങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, കുറേ ന്യൂസുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസുകൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചകഞ്ഞെടുത്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ കീ സ്റ്റാമർ, നമ്മുടെ യുകെയുടെ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീല് സൈൻ ചെയ്തിട്ട് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, ഞങ്ങളുടെ ശക്തമായ കൂട്ടാളിയായിരിക്കും ഇന്ത്യ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളൊക്കെ അവരുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഓക്കെ, അതൊരു പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ നമുക്ക് ഈ യുഎസുമായിട്ട് ഇങ്ങനെ ഒരു സെക്കൻഡ് നമ്മളിങ്ങനെ ഉടക്കി നിൽക്കുന്ന ഒരവസ്ഥയിൽ UK-യുമായിട്ട് നമുക്കൊരു ട്രേഡ് ഡീല് ഉറപ്പിച്ചത് ഒരു നല്ല ഒരു ശുഭലക്ഷണമാണ്. ഓക്കെ, അത് കുറച്ചുകൂടി US-നെ നമ്മുടെ ട്രേഡ് ഡീല് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാനൊരു കാരണമാണത്. മനസ്സിലായി പറഞ്ഞു. അപ്പം നമുക്കൊരു പോസിറ്റീവ് ന്യൂസാണ്, ഒന്നാമത്തെ കാര്യം അത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗാസ വാറ്, അത് സമാധാന ഉടമ്പടി കരാറ് 2 കൂട്ടരും സൈൻ ചെയ്തു. അതിനകത്തിൽ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. എന്തായാലും സമാധാന കരാർ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂസ് വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ഗുണമാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ട്രംപ് അത് കൊട്ടിഘോഷിച്ച് നടക്കും, ഞാൻ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞ് കുറേ നാടകങ്ങളൊക്കെ ഇനി ഇറക്കാനുള്ള സാധനം വന്നില്ല ഇതിലായിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം അതും എങ്ങനെയാണ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത്. എനിക്ക് ഇത് രണ്ടാമത് ഇനി അലമ്പി പിരിയുവോ എന്തോ ആയി തീരും എന്നൊക്കെ, ഹോസ്റ്റേഴ്സിനെയും പ്രിസണേഴ്സിനൊക്കെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പോൾ അത് എത്രത്തോളം മാർക്കറ്റിനെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TCSൻ്റെ റിസൾട്ട് വന്നു. ഇന്ത്യയിൽ IT കമ്പനികളിൽ ആദ്യമായിട്ടാണ് TCSൻ്റെ റിസൾട്ടാണ് ആദ്യം വരുന്നത്. അപ്പോൾ TCSൻ്റെ റിസൾട്ടിനകത്തിൽ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പം നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ
പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കുറവേ ഉള്ളൂ. പക്ഷേ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അനലിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും ചെറിയൊരു കുറവ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏകദേശം 1.5% കൂടുതലാണ്. ബാക്കി കാര്യങ്ങളെല്ലാം മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ റിസൾട്ടുകളെല്ലാം. അതായത് അവിടെ മാർജിൻ ആയാലും പിന്നെ റവന്യൂ ആയാലും എബിറ്റ ആയാലും എല്ലാം മാർക്കറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഇത് പ്രശ്നം മാത്രമേ ക്വാർട്ടർ ടു ക്വാർട്ടറിലുള്ള റിസൾട്ടിന് മാത്രമേ ഉള്ളൂ ചെറിയൊരു മിസ്സിങ് വന്നിരിക്കുന്നത്. അപ്പം ഇത് മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കും, അല്ല മാർക്കറ്റ് ഇതിനെ എങ്ങനെ കണക്കാക്കുമെന്നുള്ളത് നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ADR പോലും അവർ ഈ TCS ഇല്ല. അപ്പം ഒരു പക്ഷേ ഇനി മറ്റ് ഇപ്പം ഇൻഫി ഇനിയിപ്പം ADRൽ എങ്ങനെ പ്രതികരിക്കും? കാരണം ഇവരുടെ റിസൾട്ടിനെ പിന്നെ നോക്കി കണ്ണടിക്കലും മറ്റുള്ള പിന്നെ IT കമ്പനികളുടെ റിസൾട്ടിനെ ഇവർ കണക്കാക്കുന്നതല്ല. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, ഇവർക്ക് നല്ലത് വന്നുകൊണ്ട് അവർക്ക് നല്ലത് വരും എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ചിലപ്പം ഒരു പക്ഷേ ഇൻഫിയെ ചിലപ്പോൾ ADRൽ സ്വാധീനിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് വൈകിട്ട് ADR വരുമ്പോൾ എന്തായാലും TCSൻ്റെ കാര്യം അറിയണം. നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും TCSൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡൗൺ സ്റ്റേജിൽ കിടക്കുന്നൊരു സ്റ്റോക്കാണ്. അതായത് 4500 റേഞ്ചിൽ ഓടിക്കൊണ്ടിരുന്നൊരു സ്റ്റോക്കാണ് ഇപ്പം ഏകദേശം 3000 റേഞ്ചിൽ ഓടുന്നത്. ഒരു 1500 പോയിൻറ്റ് ഡൗണിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം താഴോട്ട് പോകാനാണ് അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട് പോകുന്നതിന്. 2800 അതിൻ്റെ ഒരു ലിമിറ്റ് ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ധാരാളം അപ്പർ സൈഡ് ഓപ്പൺ ആണ്, ഡൗൺ സൈഡ് ലിമിറ്റഡുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിനെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നെങ്കിൽ നാളെ TCS പറക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള IT സ്റ്റോക്കുകളും പറക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എന്താണ് സംഭവിക്കുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല, നാളെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ന്യൂസാണ്. നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചായിരുന്നു US പ്രശ്നത്തിനിടയിൽ ചൈന നമുക്ക് റെയർ എർത്ത് മിനറൽസ് തരാമെന്ന് എഗ്രി ചെയ്തായിരുന്നു. ഇന്ത്യക്ക് മാർക്കറ്റ് ഓപ്പൺ ആണ്, അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ചൈന അന്ന് പറഞ്ഞായിരുന്നു. അത് കൊടുക്കുകയും ചെയ്തായിരുന്നു. അത് ഓൾറെഡി സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സാധനം മറിച്ച് വിൽക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അവർക്ക് അടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിനൊക്കെ മിടുക്കന്മാരാണല്ലോ. മറിച്ച് വിൽപ്പനയ്ക്ക് ഉടായ്പിന് നമ്മളെ വെല്ലാൻ വേറെ ആൾക്കാരും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർക്കൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഈ സാധനം അവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇത് അമേരിക്കയ്ക്കോ അല്ലെ മറ്റ് രാജ്യങ്ങൾക്കോ ഇത് മറിച്ച് വിൽക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ചൈന പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് അവർ തരുന്ന റെയർ എർത്ത് മിനറൽസിനെ ലിമിറ്റ് ചെയ്യും. നമുക്കൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ. അവർ പറഞ്ഞ് ഇന്ത്യയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേങ്കിൽ ഈ സാധനം മറിച്ച് വിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ മറിച്ച് വിൽക്കുന്ന കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പം അതിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ബാൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് ഇനി എന്താണ് ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു നെഗറ്റീവ് ന്യൂസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചുമ്മാതെ പറയത്തില്ലല്ലോ, ഏതെങ്കിലും രാജ്യം ചുമ്മാതെ അങ്ങനെ പറയത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിയിട്ടായിരിക്കുമല്ലോ അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നാളെ സമ്മിശ്രമായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ഇതിനോട് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം തകർക്കാനാണോ അതോ പറപ്പിക്കാനാണോ പ്ലാൻ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇന്നത്തെ ഡേറ്റ വന്നില്ല ഇതിലായിട്ട്. ഡേറ്റ വന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ഇന്നത്തെ FISൻ്റെ പൊസിഷൻ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. അഥവാ വന്നാൽ ഞാനിവിടെ കൊടുത്തേക്കാം. അവന്മാർ ഇന്നലെയൊക്കെ കട്ട ഷോട്ടിലായിരുന്നു. അവർ ആ 93% ഷോട്ട് എന്നുള്ള രീതിയിൽ അവിടുന്ന് ഒരു ശകലം പോലും അവർ മാറുന്നില്ല. അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒന്നും അങ്ങോട്ട് പറയാൻ വയ്യ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റ് ഇനിയിൻ്റെ ലെവലുകൾ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും ഞാൻ ഒന്നുകൂടെ നോക്കിയത് ഡേറ്റ വല്ലതും വന്നു. ഡേറ്റ ഇതുവരെയായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയ രീതിയിൽ ക്യാഷ് മാർക്കറ്റിൽ FIS ബൈ ആണ്. പക്ഷെ അത് എത്രത്തോളം അതിൻ്റെ വിശ്വാസ്യത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് നോക്കുമ്പോൾ ചെറിയൊരു ഏറ്റക്കുറച്ച് വരുന്നതല്ലാതെ വലിയ ഹ്യൂജ് ബൈ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ ഡേറ്റ വരുമ്പം FISൻ്റെ ഇൻഡെക്സ് പൊസിഷൻ്റെ ഫ്യൂച്ചർ ഇൻഡെക്സ് പൊസിഷൻ്റെ ഡേറ്റ വരുമ്പം അവർ ഷോർട്ട് അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഷോർട്ട് പൊസിഷൻ അവർ കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബൈ അതുമൂലം ഉണ്ടായതാണ് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു അപ്സൈഡ് അതുമൂലം ഉണ്ടായതാണ്, ഒരു ഷോർട്ട് കവറിങ് മോണ്ട് ഉണ്ടായതാണെന്ന് പറയാൻ പറ്റും. എങ്കിലും
നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും നാളെ രാവിലെ നമുക്ക് നാളത്തെ ലെവലുകൾ നോക്കാം. നാളത്തെ ലെവലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മുടെ ഡേ ക്യാൻഡിൽ ഒന്ന് നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇന്നലെ നമ്മൾ വരച്ചിട്ട സാധനം ഇത് ഇല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ നോക്കിയേ, ഇന്നലെ വരച്ചിട്ട ലൈനാണ് അത്. ഇപ്പോൾ ഇതിനകത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ഇല്ലേ. 25,154 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന പറയാം. പക്ഷേങ്കിൽ ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് പരാപരമാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആ ലൈനിൻ്റെ തൊട്ട് മുകളിലാണ് ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് ഇല്ലേ. ബോഡി മുഴുവൻ താഴെ കിടക്കുകയാണ്, ചെറിയൊരു ടിപ്പ് മാത്രമേ ഉള്ളൂ അതിൻ്റെ മുകളിൽ. അപ്പം നാളെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഹൈ ഇന്നലെ ഈ ഒരു ഹൈ ഉണ്ടല്ലോ, ഈ ഒരു ഹൈയുടെ മുകളിലെങ്കിലും മാർക്കറ്റ് നാളെ പോകണം. മനസ്സിലായി പറഞ്ഞേ. ഈ ഒരു ഹൈയുടെ മുകളിലെങ്കിലും മാർക്കറ്റ് നാളെ പോയാൽ നമുക്ക് നല്ല രീതിയിലൊരു അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഈ ഈ ഈ ഈ ഹൈ, ഈ ഫസ്റ്റ് ക്യാൻഡിലിൽ റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ഹൈ പോയി ഇതിൻ്റെ മുകളിൽ ക്ലോസ് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പറയാം മാർക്കറ്റ് അപ്സൈഡാണ്. അടുത്ത ടാർഗറ്റിലേക്ക് 25,266 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇനി ഇത്ര ജസ്റ്റ് നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്കിനി എന്താ നോക്കാം. ഇത് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലോട്ട് വരാം. 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അതുപോട്ടെ. 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, ഈ ട്രെൻഡ് ലൈനാണ്. അടുത്ത ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഈ ട്രെൻഡ് ലൈനാണ്. നാളെ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നാളെ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് അപ്പ് സൈഡിലോട്ട് പോകും. നമുക്ക് 25,500 ഒരു പക്ഷെങ്കിൽ കാണാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? അതിനെന്ത് വേണം, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നമുക്ക് നാളെ ക്ലോസിങ് കിട്ടണം. നാളെ ഗ്യാപ്പ് അപ്പോഴുകൂടെ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ മുകളിൽ പോയി അങ്ങ് പറന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നമില്ല. മാർക്കറ്റ് അവിടെ നിന്ന് തന്നെ വീണ്ടും മേലോട്ട് തന്നെ പറന്ന് പോകും. നമ്മൾ ഈ മാർക്കറ്റിലുണ്ടായ ന്യൂസുകളൊക്കെ മാർക്കറ്റിനെ സ്വാധീനിച്ച് മാർക്കറ്റ് ഒരു ബുള്ളിഷ് സെറ്റപ്പിലോട്ട് പോകും. അത് മാത്രമല്ല നമുക്ക് ദീപാവലി വരുന്നു ഇല്ലേ, അപ്പോൾ ഒരു ബൈയിങ് പ്രഷറൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പം നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ അല്ലെ ഇത് ജോയിൻ ചെയ്ത ഭാഗം ഈ 25,251 റേഞ്ച്, 25,251 60 റേഞ്ച് അത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ നോക്കിയാൽ മതി. ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഡേ ക്യാൻഡിൽ ഡേ വൈസിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ദർ ഇസ് നോ ഡൗട്ട്. ഓക്കെ, ഇല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു 25,038 ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ലൈൻ. ഈ ലൈനായിരിക്കും നമ്മുടെ, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടം വരെ ഇതിനകത്ത് കിടന്ന് കളിച്ചാൽ ഇത് കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോകാനേ സാധ്യതയുള്ളൂ. ഈ ഏതെങ്കിലും കാരണത്തിൽ 25,038 പൊട്ടിച്ചു കഴിഞ്ഞാൽ സംഗതി പണിപാളും, നേരെ താഴോട്ട് പോരും. ഓക്കെ, അപ്പം ഇത്രയും ഭാഗം നിങ്ങൾ നോക്കിക്കുക. വേറെ ലൈനുകളൊന്നും വരയ്ക്കാനില്ല. ഇവിടെ കൺസോൾട്ടേഷൻ മോഡ്, ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബോക്സ് പാറ്റേൺ വേണമെങ്കിൽ വരച്ചിട്ടേക്കാം. ചുമ്മാതെ നിങ്ങൾക്കൊരു ആശ്വാസത്തിന് വേണ്ടി ഇവിടെ ഒരു ബോക്സ് വരച്ചു വെക്കാം. ഇത് ഞാൻ ചുമ്മാതെ വരയ്ക്കുന്നതാണ്, നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടി ഒന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വലുതായിട്ട് ഒന്നും മാർക്കറ്റ് ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ കിടന്ന് ഓടി കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ചുമ്മാതെ വരച്ചേക്കുന്നേ ഉള്ളൂ, വലിയ പ്രാധാന്യമൊന്നുമില്ല. എങ്കിലും കിടക്കട്ടെ, ഒന്നുമില്ല. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നല്ലേ എന്ന് പറഞ്ഞാൽ, ചുമ്മാ ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതല്ലേ. അവിടെ കിടന്നോട്ടെ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിനുവേണ്ടി അത് വായിച്ചിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ. ട്രെൻഡ് ലൈനാണ് നാളത്തെ പ്രധാനപ്പെട്ട ലൈൻ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്കിനി എന്ത് നോക്കേണ്ടത്, നമുക്കിനിയും നോക്കേണ്ട കാര്യം ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ അതിങ്ങനെ അവിടെ കിടന്നിങ്ങനെ ആടിക്കളിക്കുകയാണ്. ഒരു ഗതി കിട്ടാതെ അലയുന്ന പ്രേതം എന്ന് പറഞ്ഞ കണക്ക് ഈ സാധനം ഇങ്ങനെ കടന്ന് ഞാൻ പറഞ്ഞു ഇത് രണ്ടിടെ കൺസോൾട്ടേഷനാണ്, ഇതിനിടയിൽ കടന്ന് ഇങ്ങനെ കളിക്കത്തേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോഴും ഇത് നോക്കി ആ ലൈനിൽ തന്നെ ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്. അപ്പം മാർക്കറ്റിന് ഒരു ഊർജം മുകളിലോട്ട് പോകാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ HDFC ഒന്ന് കനിയണം. HDFC ഒന്ന് പെർഫോം ചെയ്തെങ്കിൽ അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ടോ ഫ്ലാറ്റിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവൻ ഒന്ന് പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ, HDFC ഒന്ന് പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബാങ്ക് നിഫ്റ്റിക്ക് ഒന്ന് മുകളിലോട്ട് പോകാനുള്ളൊരു ഊർജ്ജം കിട്ടത്തുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ അത് സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 56,619 കടന്നെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് എന്തെങ്കിലും ഒരു ശുഭസൂചന നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അടുത്ത നമ്മുടെ മിഡ് ക്യാപ്പ് അണ്ണനാണ്. മിഡ് ക്യാപ്പ് അണ്ണൻ വളരെ ഊർജ്ജസ്വലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 13,000 കടന്നു അല്ലേ.
അപ്പോൾ ഞാൻ പറഞ്ഞു 13,014 കടന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് ഫർദറായിട്ട് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ നാളെ ഇതേ പോസിറ്റീവ് മൊമെൻറ്റ് നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇവിടുന്ന് തന്നെ പറക്കും. സപ്പോർട്ട് ഈ 13,014 ഇതിൻ്റെ സപ്പോർട്ട്. ഓക്കെ, ഇവിടുന്ന് ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 13,143 നമ്മുടെ ലക്ഷ്യം. അതും കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പഴയ ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നാളെ നിങ്ങൾ ലെവലുകൾ വാച്ച് ചെയ്യുക. നിങ്ങളുടെ ഈ ലെവലുകൾ ഇരിപ്പുണ്ട് ഇല്ലേ, ഉണ്ടോ? ലെവലുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ലെവലുകൾ വാച്ച് ചെയ്യുക. അതാത് ലെവലിൽ എപ്പോഴെപ്പോഴും ചുമ്മാ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ലെവലുകൾ എന്താണ്, ലെവലുകളെല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബാക്കിയെല്ലാം ശേഷം കാഴ്ചയിൽ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് ഡേറ്റ വരുമ്പോൾ ഞാൻ ഡേറ്റ ഇടാം. അപ്പോൾ നമുക്ക് ആ ഇൻഡെക്സിൻ്റെ ഷോർട്ട് പൊസിഷൻ, ഫ്യൂച്ചറിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ നോക്കുമ്പം നമുക്കറിയാം ഷോർട്ട് അവർ വല്ല എന്താ പറയുന്നത് വ്യതിചലനം വല്ലതും വന്നിട്ടുണ്ടോ അവരുടെ ഷോർട്ട് പൊസിഷൻ നമുക്ക് നോക്കാം. അങ്ങനെ ഷോർട്ട് പൊസിഷൻ കുറയ്ക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ വരുമ്പം 93 എന്നുള്ളത് കുറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാം കുറയുന്നില്ല, അവർ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സംതിങ് ഫിഷിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.